ചെറിയ ചെറിയ പരാതികളുണ്ട് ഇവിടെ വന്ന് കേൾക്കുമ്പോൾ, അവരുടെ നൊമ്പരങ്ങളുണ്ട്. ചെറിയ ചെറിയ പരാതികളെന്ന് പറയാനുള്ള കാരണം ഇതിനകം തന്നെ ചൂരൽമല മുണ്ടക്കൈയിലെ ദുരന്തബാധിതർക്കായിട്ടുള്ള മാതൃകാ ടൗൺഷിപ്പിലെ വീടിൻ്റെ പണി ഇന്ന് 95% പൂർത്തിയായിരിക്കുന്നു. ഇനി വൈദ്യുതിയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ മതി. നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ നിന്ന് തത്സമയം കൂടുതൽ വിവരങ്ങൾ നൽകുകയും ചെയ്യും. അതിനു മുമ്പ് നമുക്കൊന്ന് പുത്തുമലയിലേക്ക് പോകണം. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നമ്മുടെ പ്രതിനിധി അർജുൻ കല്യാടും സംഘവും അവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകൾ അന്ന് ഹൃദയഭേദകമാണ് എന്നത് പ്രേക്ഷകർക്കറിയാം. ഒരു കുടുംബത്തിലെ 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ അവിടെ ഇപ്പോഴും കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുമായിട്ട് വരുന്നുണ്ട്. ആ സ്ഥലത്തിനിപ്പോൾ അവർ നൽകിയ പേര് ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ്. കണ്ണീർ വാർത്തുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ആ പുത്തുമലയിലെ ആ ഹൃദയഭൂമിയിൽ നിന്ന് മടങ്ങാൻ കഴിയില്ല. അവിടെ ചില മനുഷ്യരെ പൂർണ്ണമായിട്ടും കിട്ടി, ചില മനുഷ്യരുടെ ശരീരഭാഗ്യങ്ങൾ കിട്ടി, ചില മനുഷ്യരുടെ ഓർമ്മകൾ ഇപ്പോഴും അവിടെയുണ്ട്. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നിന്ന് അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. നല്ല ചാറ്റൽ മഴയുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ തണുപ്പ് അറിയാൻ സാധിക്കും. പുത്തുമലയിൽ നിൽക്കുന്ന സമയത്ത് പ്രകൃതി കണ്ണീർ വാർക്കുന്ന നിമിഷത്തിൽ ഹൃദയഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത വികാരമായിരിക്കും അല്ലേ അർജുൻ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഹൃദയഭൂമിയിൽ പെയ്തു തുടങ്ങിയിട്ടുള്ള കണ്ണീര് ഇതുവരെയും തോർന്നിട്ടില്ല. ചാറ്റൽ മഴയായി ഇപ്പോഴും ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിവേദ്, ധ്യാൻ, ഇഷാൻ ഒരു കുടുംബത്തിലെ തന്നെ 3 കുട്ടികളാണ്. ആ കുട്ടികൾ മരിച്ച അവരുടെ ഈ ശവസംസ്കാരം നടത്തിയ സ്ഥലത്ത് ഇപ്പോൾ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളും ഒക്കെ ഇവിടെ കൊണ്ടുവച്ച് കണ്ണീർ പൊഴിക്കുന്ന കുടുംബാംഗങ്ങളെ നമ്മൾ കാണുകയാണ്. വേദനയുടെ ഒരു ഹൃദയഭൂമിയായി ഇവിടെ മാറിയിരിക്കുന്നു എന്നതാണ് ഈ കണ്ണീർ കാഴ്ചകളെല്ലാം വ്യക്തമാക്കുന്നത്. തോട്ടം തൊഴിലാളികളായിട്ടുള്ള നിരവധി തൊഴിലാളികളെ നഷ്ടപ്പെട്ടു. ഇവിടെയുള്ള കുടുംബങ്ങൾക്ക്, മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. അങ്ങനെ വേദനയുടെ ഒരു ഇടമായി ഈ ഹൃദയഭൂമി എല്ലാ കാലത്തും ഈ പറയുന്ന മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും ഒക്കെ ഭാഗമായി ഇവിടെ അവശേഷിക്കും. നമുക്ക് കാണാം അത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് ഓരോ കുടുംബവും ഇവിടത്തേക്ക് എത്തുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇവിടത്തേക്കെത്തി കണ്ണീർ പൊഴിക്കുന്ന ആ ദൃശ്യങ്ങൾ ഒട്ടും കണ്ടു നിൽക്കാൻ ഇപ്പോഴും പ്രയാസപ്പെടുകയാണ്. ദുരന്തത്തെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ദുരന്തത്തിന്റെ വേദന ഇപ്പോഴും ഓരോ മനുഷ്യന്റെ മനസ്സിലും എത്രത്തോളം ആഴത്തിലാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ്. തോട്ടം തൊഴിലാളികളൊക്കെ ഇവിടത്തേക്ക് എത്തുകയാണ്. അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ളവരൊക്കെ ഈ ദുരന്തത്തിന്റെ ഭാഗമായി മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവർക്കൊക്കെ അത്രയും വേദനയാണ്, കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും പ്രയാസത്തിലാണ് ഇവിടെയുള്ള ഓരോ രംഗങ്ങളും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അരുൺ. എന്തു പറയണമെന്നറിയില്ല, എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ വിവരിക്കേണ്ടതെന്നും അറിയില്ല. അത്രമാത്രം വേദനയോടുകൂടി കണ്ണീരോടുകൂടി നിൽക്കുകയും കൈകൂപ്പിക്കൊണ്ട് പൊട്ടിക്കരയുകയും ചെയ്യുന്ന ഓരോ മനുഷ്യർ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും എത്രമാത്രം വേദനയാണ് ഈ ദുരന്തമുണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. നെഞ്ചുലക്കുന്ന അത്രയും വലിയ വേദന, നിസ്സഹായതയുടെ, ഉറ്റവർ നഷ്ടപ്പെട്ടു പോയതിൻ്റെയൊക്കെ വേദന അവരുടെ മനസ്സിൽ ഈ നാട്ടുകാർക്ക് അത്രയും ആഴത്തിലുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അവരുടെ ഉറ്റവരുടെ ഖബറിടത്തിലേക്കെത്തി കണ്ണീരുകൾ കൊണ്ട് ഇപ്പോഴും ആ ഓർമ്മകളെ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോൾ അവർക്കൊന്നും ഇപ്പോഴും അതൊന്നും താങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതൊക്കെ വ്യക്തമാക്കുന്നത്. വലിയ സങ്കടം, വലിയ പ്രയാസം. അവരുടെ ഉറ്റവരുടെ ഖബറിടത്തിലേക്കെത്തി, വേണ്ടപ്പെട്ടവരുടെ ഖബറിടത്തിലേക്കെത്തി പുഷ്പാർച്ചന അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ, ആ കുട്ടികളുടെ ഈ പറയുന്ന കുടീരത്തിലേക്കെത്തി അവരുടെ ബന്ധുക്കൾ ഈ പറയുന്ന കുടീരത്തിലേക്ക് വെച്ചത് കളിപ്പാട്ടങ്ങളാണ്, ചോക്ലേറ്റുകളാണ്. അവിടെ വെച്ച് അവർ മടങ്ങുകയാണ്. എത്രമാത്രം വൈകാരികമാണ് എന്ന് ഓർത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും. അവർക്കൊന്നും ഇപ്പോഴും ഈ ദുരന്തം സമ്മാനിച്ച വേദന താങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഖബറിടത്തിലേക്ക് തോട്ടം തൊഴിലാളികളെല്ലാം ഒന്നിച്ച് എത്തുകയും അവർക്ക് വേണ്ടപ്പെട്ടവരുടെ പലയിടങ്ങളിലും പേരുകൾ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളുടെ ചിത്രം ഇവിടെ പുഷ്പാർച്ചനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു. അത് കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ അവരെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കാണുമ്പോൾ തീർച്ചയായിട്ടും അത് വല്ലാതെ ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരുപാട് പേർ അവിടെ എത്തുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു, അല്ലേ അർജുൻ?
അരുൺ, മഴ പൂർണ്ണമായും മാറി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആളുകളുടെ മുഖത്ത് ഇപ്പോഴും കണ്ണീർ വാർക്കുന്നത് പോലെ പ്രകൃതിയും കണ്ണീർ വാർത്തുകൊണ്ട് ചാറ്റൽ മഴ ചെറുതായെങ്കിലും ഇങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രമാത്രം വേദനയാണ് ഇവരുടെയൊക്കെ മുഖത്ത് ഇപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം ദൈന്യത, ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇവരുടെയൊക്കെ ഓർമ്മകളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും മുഖം കാണുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രമാത്രം വേദനയോടുകൂടി മാത്രമാണ് ഇവിടെ എത്തുന്ന ഇവിടെ എത്തിയിട്ടുള്ള ഈ ആൾക്കാരൊക്കെ അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ളവർക്ക് അവരുടെ ശവകുടീരത്തിൽ ഒരു പുഷ്പാർച്ചന അർപ്പിച്ച് മടങ്ങുന്നതിന് വേണ്ടി എത്തിയതാണ്. ഉറ്റവരായിട്ടുള്ളവർ നഷ്ടപ്പെട്ടവരുണ്ട് ആ കൂട്ടത്തിൽ, അതുപോലെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ പോലും ഈ കൂട്ടത്തിലുണ്ട് എന്നത് എത്രമാത്രം വേദനയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ പുഷ്പാർച്ചന പല ഈ പറയുന്ന ഈ മൃതശരീരം അടക്കം ചെയ്ത സ്ഥലങ്ങൾക്കും ഇപ്പോഴും നമ്പറുകൾ മാത്രമാണ്. പലരുടെയും പേരുകൾ പിന്നീട് DNA ടെസ്റ്റൊക്കെ നടത്തി തിരിച്ചറിഞ്ഞുവെങ്കിൽ കൂടി പക്ഷേ അതിൽ ഇപ്പോഴും തിരിച്ചറിയാത്ത എത്രയോ മൃതശരീരങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അത്രമാത്രം വേദന തന്നെയാണ്. കുഞ്ഞുമക്കൾ കണ്ടു നിൽക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ട കാഴ്ചകളാണ് ഡോക്ടർ അരുൺ. അവരുടെ ഈ ശവകുടീരത്തിലുള്ള ഫോട്ടോയിൽ മുത്തം കൊടുത്തും തലോടിയും കളിപ്പാട്ടങ്ങൾ കൊണ്ടുവച്ച് സ്വന്തം പ്രാണൻ പോയ വേദനയോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയ ഓരോ മനുഷ്യരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. നമ്മൾ പോട്ടെ വരാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച അത് അത്രമാത്രം വേദനയും സങ്കടവുമൊക്കെയാണ്. എത്രയോ നേരമായി ഇവിടെ ഇരിക്കുന്നവരുണ്ട്, ഇവിടെ വന്ന് മടങ്ങാൻ കഴിയാതെ ഇവിടെ തന്നെ ഇവിടെ മാറി നിന്ന് ഈ പറയുന്ന കാഴ്ചകൾ ഇവിടത്തേക്ക് എത്തുന്ന മനുഷ്യരൊക്കെ കാണുന്നവരുണ്ട്. അങ്ങനെ ഇപ്പോഴും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ദുരന്തം സൃഷ്ടിച്ച വേദന അതെത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പറയുന്ന ദൃശ്യങ്ങൾ ഓരോന്നും. എന്തായാലും ദുരന്തത്തെ നമ്മൾ അതിജീവിച്ചു, പക്ഷേ ഉറ്റവരെ ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. നാടിനെ തിരിച്ചു പിടിക്കാൻ അവരുടെ നഷ്ടപ്പെട്ടു പോയ ഓരോന്നും തിരിച്ചു പിടിക്കാനുള്ള പ്രയാസത്തിലാണ്. പക്ഷേ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ജീവനുകൾ അത് ഇനി എങ്ങനെ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായി വരുന്നത്. എന്തായാലും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു വിങ്ങലായി ഒരു വേദനയായി എപ്പോഴും നിൽക്കുമെന്നുള്ള കാര്യം ഒരു സത്യമാണ്. പക്ഷേ ആ സത്യത്തെ മനസ്സിലാക്കുമ്പോഴും അതിനെ തിരിച്ചറിയുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പഠിക്കുന്നത്. ഇവരെല്ലാം ശ്രമിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ ഓരോ ദിവസവും ഈ ഉറ്റവരില്ലാത്ത ചൂരൽമലയും മുണ്ടക്കയും, അവരുടെ വേണ്ടപ്പെട്ടവരില്ലാത്ത ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ അവർക്ക് വലിയ വേദനയും പ്രയാസവും ഒക്കെയാണ്. മൊബൈലെടുക്കുന്നു മൊബൈലിലാണ് എനിക്ക് മാറാൻ തോന്നില്ല മക്കളെ കൂട്ടിട്ട് എല്ലാവരെയും മാറ്റിയവൻ നിനക്ക് മാറാൻ തോന്നിയില്ല.
കണ്ണീരുണങ്ങാത്ത ഹൃദയഭൂമിയിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു വർഷം പിന്നിട്ടിട്ടും ആ ഉള്ളുലഞ്ഞു പോയത് ഇപ്പോഴും അങ്ങോട്ട് അടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഓരോ കാഴ്ച കാണുമ്പോഴും ആ സങ്കടമുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വർഷം മുമ്പ് കണ്ട കാഴ്ചകൾ, വലിയ പാറകളൊക്കെ വന്ന് കിടക്കുന്ന കാണുന്നു. ഒരു രാത്രിയിൽ ഒരു കുഞ്ഞരുവിയായിട്ട് ഒഴുകിയിരുന്ന ഒരു പുന്നപ്പുഴയാണ് വലിയ സംഹാര താണ്ഡവമാടി മാറുന്നത്. പ്രകൃതിയുടെ ഓരോ കളികൾ എന്നല്ലാതെ എന്താ പറയുക. അതിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, അവരിപ്പോഴും അവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് പുത്തുമലയിൽ നമ്മൾ കണ്ടത്. പുത്തുമലയ്ക്കിട്ട പേര് ഹൃദയഭൂമി എന്നാണ്. അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറാണ് ആ പേര് നിർദ്ദേശിച്ചത്. ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ് പേര്. ഈ പുന്നപ്പുഴയുടെ ഭംഗി യഥാർത്ഥത്തിൽ അന്ന് നമ്മൾ ഈ പഴയ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു എന്നറിയുമോ. ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരുപാട് തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. ആ പള്ളിയും അമ്പലവും ക്ഷേത്രവും ചായക്കടയും ആളുകൾ വളരെ സജീവമായിട്ട് രാഷ്ട്രീയമടക്കം ചർച്ച ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യർ താമസിച്ചിരുന്ന ഒരു നാടിനാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. ഇപ്പോൾ നമ്മൾ മിനിസ്റ്ററെ കാത്തു നിൽക്കുകയാണ്. മിനിസ്റ്റർ ഇപ്പോൾ എത്തും. മിനിസ്റ്റർക്ക് ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ഈ മനുഷ്യരിൽ ചിലരൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങൾ സർക്കാർ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം. പ്രത്യേകിച്ച് ഇവിടുത്തെ വ്യാപാരികളുടെ അവരുടെയൊക്കെ സങ്കടം ന്യായമാണ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇവിടെ മനുഷ്യരില്ലാതായി കഴിഞ്ഞാൽ പിന്നെ കച്ചവടം എങ്ങനെ